അതൊക്കെ വല്ലാത്തൊരു ഭൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. കോൺഗ്രസിൽ ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ്. സാർ ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് പോവാണ്. ആർക്കും എന്നെ തടുക്കാനാവില്ല. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. നിങ്ങളുടെ പാർട്ടിയിൽ CPM എല്ലാം ശാന്തമാണല്ലോ അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. എന്താ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നാരും ചോദ്യം ചെയ്തില്ല പാർട്ടിയിൽ. ഞാൻ ഊഹിച്ചു. ഇത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ വല്ലാത്തൊരു ഭൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. ഓ, എന്തൊരു ചളിയാടോ. ചളിവാരിയൊക്കെ തെറിപ്പിക്കുക, പൊത്തുക ചളിവാരി. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ മോഹിച്ച് നിൽക്കണ്ട കേട്ടാ. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്കരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേൾക്കണാക്കണാണ്ടേ. അല്ല CPM എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ള ഞാൻ സംസാരിച്ചോട്ടെ സർ. ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്റെ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടിയതെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി തർക്കത്തെ കുറിച്ചൊക്കെ LDF അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോ ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതനായില്ലല്ലോ. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കൂല ഏട്ടാ. അതിപ്പോ പെരുമാളിനായാലും ശരി, പെരുന്നാളിനായാലും ശരി. ഞാൻ പ്രകോപിതനായില്ല. ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നു. സാർ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. പറയുന്നത് അങ്ങെന്ന് പറഞ്ഞാൽ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാനത് അപ്പുറത്തുള്ള അംഗങ്ങൾ സംസാരിച്ചതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പാർട്ടി, എന്റെ മുന്നണിയാണ്. എന്റെ പാർട്ടിയെ കുറിച്ചും എന്റെ മുന്നണിയെ കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. തളരരുത് രാമൻകുട്ടി, തളരരുത്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ പോകുന്നു. ബൈ.